ഹലോ, ഞാൻ അടുത്ത ചോദ്യവുമായി വന്നിരിക്കുകയാണ്. എ 40 സെൻറ്റിമീറ്റർ ലോങ് സിലിണ്ടറിക്കൽ ഗോൾഡ് പൈപ്പ് ഇസ് ഫിൽഡ് വിത്ത് ബ്രോൺസ്. ദി ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റേഴ്സ് ഓഫ് ദി ഗോൾഡ് പൈപ്പ് ആർ 14 centimeters and 12 centimeters respectively. Find the weight of the pipe if 1 cubic centimeter of gold weighs 21 gram and that of bronze weighs 28 grams. ഞാൻ വീണ്ടും ജെമിനിയോട് സഹായം ചോദിച്ചു, എനിക്കൊരു ഫിഗർ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ജെമിനി എനിക്ക് പറ്റുന്ന പോലൊരു ഫിഗറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ പറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ പൈപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇവിടെ 14 എന്തിനാണ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതും 40 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. ലെങ്ത് ഓഫ് എ സിലിണ്ടർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സെയിം തന്നെ ആയിരിക്കുമല്ലോ. 14 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന നമ്മുടെ ഔട്ടർ ഡയമീറ്റർ ഇട്ട് തന്നിട്ടുണ്ട്, 12 സെൻറ്റിമീറ്റർ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഉദ്യമം ഞാൻ തന്നെ ചെയ്യുന്നു. ഇവിടെ 12 സെൻറ്റിമീറ്റർ ആണ് ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് അപ്പോൾ ഒരു ഗോൾഡ് പൈപ്പ് ഉണ്ട്, ഒരു ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ഒക്കെ ഉള്ള ഒരു ഗോൾഡ് സിലിണ്ടറിക്കൽ പൈപ്പ് ഉണ്ട്. അതിനകത്ത് നിറച്ച് ബ്രോൺസ് ആണ്. ഈ ബ്രോൺസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് ഈ ബ്രൗൺ കളർ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ ഷൈനി ബ്രൗൺ കളറായിട്ടുള്ള സാധനം ബ്രോൺസ് ആണ്. അപ്പോൾ മൊത്തം പൈപ്പിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം പൈപ്പിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ മൊത്തം ഗോൾഡിൻ്റെ വോള്യൂം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഗോൾഡിൻ്റെ വോള്യൂം കണ്ടുപിടിക്കുക, അത് ഇൻറ്റു ഗോൾഡിൻ്റെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്രോൺസിൻ്റെ വോള്യൂം കണ്ടുപിടിക്കുക, അത് ഇൻറ്റു അതിൻ്റെ വെയിറ്റ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വെയിറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ അതിന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വോള്യൂം ഓഫ് ഗോൾഡ് ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ വോള്യൂം ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റിങ് പോലെയാണ് അല്ലേ? ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ ഒക്കെ ഉള്ള ഒരു റിങ് പോലെയാണിത്. എന്ന് വെച്ചാൽ ഈ ഭാഗത്തെ ഏരിയ എടുത്തിട്ട് ഇൻറ്റു ഈ ഹോൾ ലെങ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോള്യൂം കിട്ടൂലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് എടുക്കുക? ഏരിയ ഓഫ് ദ റിങ് എങ്ങനെ എടുക്കുക? പൈ ഇൻറ്റു ഔട്ടർ റേഡിയസ് സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് സ്ക്വയർ ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത്ത് 40 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ പൈ ഇൻറ്റു ഡയമീറ്റർ 14 ആവുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 7 ആവും, 7 സ്ക്വയർ ആവും. ഇന്നർ ഡയമീറ്റർ 12 ആണ്, അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആവും. അപ്പോൾ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഒക്കെ സെൻറ്റിമീറ്റേഴ്സിലാണ്. അപ്പോൾ പൈ ഇൻറ്റു 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലേക്ക് എഴുതാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയറിനെ 7 പ്ലസ് 6 ഇൻറ്റു 7 മൈനസ് 6 എന്ന് എഴുതുന്നു. 7 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ 7 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 13 ഇൻറ്റു 4 മാത്രമേ അവിടെ ചെയ്യേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ 1 3 4 2 1 5 52 പൈ ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സെൻറ്റിമീറ്റർ ക്യൂബാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് 21 ഗ്രാംസ് ആണ്. അപ്പോൾ ഇത് 21 ഇൻറ്റു 52 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 22/7 ഇവിടെ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഈ 21ഉം 7ഉം ഒക്കെ പോവും. അപ്പോൾ 3 ഇൻറ്റു 52 ഇൻറ്റു 22 എന്നാണ് കിട്ടാൻ പോകുന്നത്. അതെത്രയാണോ അതാണ് അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും ഗ്രാമാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വോള്യൂം ഓഫ് ബ്രോൺസ് ആണ്. ഓക്കെ, വോള്യൂം ഓഫ് ബ്രോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ബ്രോൺസിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള സർക്കിളിന് ഉള്ളിൽ മാത്രമല്ലേ ആ ബ്രോൺസ് ഉള്ളൂ. അപ്പോൾ ആ ഏരിയ, ആ സിലിണ്ടർ എന്ന് പറയുന്നത്, ബ്രോൺസ് ഉള്ള ആ സിലിണ്ടറിക്കൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 12 എന്ന് പറയുന്ന ഡയമീറ്റർ ഒക്കുപ്പൈ ചെയ്യുന്ന ആ ഒരു എൻക്ലോസ് ചെയ്യുന്ന ആ വോള്യൂം അല്ലേ? എന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് ചെയ്യുമ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 സ്ക്വയർ എടുക്കണേ, 6 സ്ക്വയർ ഇൻറ്റു 40 എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ പൈ ഇൻറ്റു 36 ഇൻറ്റു 40 എന്ന് വരും. അപ്പോൾ വോള്യൂം നമുക്ക് അങ്ങനെ കിട്ടും. എന്ന് വെച്ചാൽ പൈ ഇൻറ്റു ഇവിടെ ഒരു 0 വരും, 6 ഇൻറ്റു 4 ഇവിടെ 520 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 4 24 2 3 ഇൻറ്റു 4 12 144 1440 പൈ ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എത്രയാണ് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട്. ടോട്ടൽ വെയിറ്റ് ഓഫ് ബ്രോൺസ് എത്ര കിട്ടും? 28 ഗ്രാംസ് ഇൻറ്റു 1440 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7 എന്ന് ചെയ്യാം. 7ഉം 28ഉം പോയി 4 ടൈംസ്
അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1440 ഇൻറ്റു 88 ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വെയിറ്റുകൾ കിട്ടിയില്ലേ? വെയിറ്റുകൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വെയിറ്റ് കിട്ടുകയെന്ന് അറിയോ? വെയിറ്റ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് 34.32 കിലോഗ്രാമും കിട്ടും. വെയിറ്റ് ഓഫ് ബ്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് 126.72 കിലോഗ്രാമുമാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണ് കിട്ടുക? 34.32 പ്ലസ് 126.72 എന്ന് വെച്ചാൽ 2 + 2 4, 3 + 7 10, 1 6 1 6 1 ഓക്കെ 161.04 kg ആണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലേൺ വിത്ത് സ്കിപ്പ്. താങ്ക് യു.